പിരിച്ചു നൽകിയ ചാരിറ്റി പ്രവർത്തകന് ഇന്നോവ സമ്മാനിച്ച് കുടുംബം. വിവാദം കനത്തതോടെ തിരികെ നൽകി. രോഗബാധിതനായ കുട്ടിയുടെ ചികിത്സയ്ക്കായി 3 കോടി രൂപ പിരിച്ചു നൽകിയ ചാരിറ്റി പ്രവർത്തകന് ഇന്നോവ കാർ സമ്മാനിച്ച കുടുംബം. സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി നടത്തുന്ന അഡ്വക്കേറ്റ് ഷമീർ കുന്ദമംഗലം എന്നയാൾക്കാണ് രോഗിയായ കുട്ടിയുടെ കുടുംബം കാർ സമ്മാനമായി നൽകിയത്. മുക്കണ്ടക്കുളം മലബാർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഷാമിൽ മോൻ ചികിത്സാ സഹായ സമിതിയുടെ കണക്ക് അവതരിപ്പിക്കുന്നതിനിടെ ഷമീർ കുന്ദമംഗലത്തിന് യാത്രയപ്പ് ചടങ്ങിലാണ് കാറിന്റെ താക്കോൽ കൈമാറിയത്. ചടങ്ങിൽ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം അടക്കം പങ്കെടുത്തു. സംഭവം വിവാദമായതോടെ സമ്മാനം കൈപ്പറ്റിയ ഷമീർ കുന്ദമംഗലത്തിനെതിരെ വിമർശനം രൂക്ഷമായി. ഇതോടെ കുടുംബം സമ്മാനിച്ച ഇന്നോവ ക്രിസ്റ്റ ഷമീർ തിരികെ നൽകി. കൊണ്ടോട്ടി മുതുപറമ്പ് ബദർ മസ്ജിദിന് മുൻവശത്ത് വെച്ചാണ് കാറിന്റെ താക്കോൽ രോഗിയുടെ കുടുംബത്തിന് തിരികെ നൽകിയത്. കാർ സ്വീകരിക്കുന്നതിൽ തനിക്ക് ജാഗ്രത കുറവുണ്ടായെന്നും ആ കാറിൽ സമാധാനത്തോടെ സഞ്ചരിക്കാൻ കഴിയില്ലെന്നും താക്കോൽ തിരികെ നൽകിക്കൊണ്ട് ഷമീർ കുന്ദമംഗലം പറഞ്ഞു. കാർ സമ്മാനമായി സ്വീകരിച്ച തന്റെ നടപടി ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കാറിന്റെ താക്കോൽ തന്നപ്പോൾ വേദിയിൽ വെച്ച് തന്നെ താൻ അതിനെ എതിർക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ കുടുംബത്തിന് പ്രയാസമാകും എന്നതിനാലാണ് അത് ചെയ്യാതിരുന്നതെന്നും ഷമീർ കുന്ദമംഗലം പറയുന്നു. ഇന്നോവ ക്രിസ്റ്റ പോലുള്ള ഒരു കാർ സമ്മാനമായി നൽകാൻ കഴിവുള്ള കുടുംബത്തിന് വേണ്ടിയാണോ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതെന്നായിരുന്നു കൂടുതൽ ആളുകളുടെയും ചോദ്യം. തുടക്കത്തിലെ വിമർശനങ്ങൾക്ക് പിന്നാലെ സംഭവത്തിൽ വിശദീകരണവുമായി ഷമീർ കുന്ദമംഗലം രംഗത്തെത്തിയിരുന്നു. ഷാമിൽ മോനു വേണ്ടി പിരിച്ചെടുത്ത തുകയിൽ നിന്ന് 1 രൂപ പോലും ഈ കാറിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു നേരത്തെ ഷമീർ കുന്ദമംഗലം ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത്. തന്റെ പഴയ കാർ ഇത്തരത്തിലുള്ള നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി കേടായിട്ടുണ്ടെന്നും പലതവണ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെന്നും ഷമീർ പറഞ്ഞിരുന്നു. രോഗിയുടെ കുടുംബം പിരിവിട്ടാണ് തനിക്ക് കാർ സമ്മാനിച്ചതെന്നും അത് പുതിയ കാർ അല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. തനിക്ക് കിട്ടിയത് പുതിയ കാറാണെന്ന വ്യാജ പ്രചരണം നടത്തിയതിന് പിന്നിൽ പ്രമുഖ ചാരിറ്റി പ്രവർത്തകരുടെ സംഘമാണെന്നും ഷമീർ ആരോപിക്കുന്നു.